നമസ്കാരം. മറാത്തി ഹിന്ദി സിനിമാ ലോകത്തെ പ്രിയപ്പെട്ട താരമാണ് പ്രിയ ബപ്പാട്ട്. അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരെ മനം കവർന്ന പ്രിയ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന അത്യന്തം അസുഖകരമായ ഒരു അനുഭവത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ചും അതിനെ തുടർന്ന് താൻ കടന്നുപോയ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും താരം പങ്കുവച്ച കാര്യങ്ങളിൽ സിനിമാ ലോകത്ത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് സംഭവം നടന്നത്. തിരക്കഥയിൽ ഇല്ലാത്ത കാര്യങ്ങൾ സഹതാരം തന്നെ മുൻകൈയെടുത്ത് ചിത്രീകരിക്കുന്നതിനിടെ ചെയ്തു എന്നാണ് താരം പറയുന്നത്. ഗാനരംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ ആ നടൻ തന്നെ വീണ്ടും ചുംബിക്കുവാൻ തുടങ്ങി. തിരക്കഥയിലില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രിയയ്ക്ക് വലിയ അസ്വസ്ഥത തോന്നി. എന്നാൽ കരിയറിന്റെ തുടക്കമായതുകൊണ്ടും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അന്ന് അറിയില്ലാത്തതുകൊണ്ടും തനിക്ക് അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രിയ പറയുന്നുണ്ട്. ചിത്രീകരണ സമയത്ത് ആ സീനിൽ ഇത്തരത്തിൽ ചുംബിക്കേണ്ടത് അത്യാവശ്യമാണോ എന്ന് താൻ സംവിധായകനോട് പലതവണ ചോദിച്ചിരുന്നു. എന്നാൽ സംവിധായകന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിച്ചിരുന്നില്ല. ചിത്രീകരണം അവസാനിച്ചുവെങ്കിലും പ്രിയയുടെ അസ്വസ്ഥതകൾ അവിടെ തന്നെ നിലനിന്നിരുന്നു. ആ നടൻ ചിത്രീകരണത്തിനിടയിൽ മാത്രമല്ല പുറത്തും പ്രിയയെ നിരന്തരം ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. തങ്ങൾ രണ്ടുപേരും ഒരേ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. പലതവണ താൻ ഇത് നിരസിച്ചിട്ടും പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനുമൊക്കെ വരാൻ ആവശ്യപ്പെട്ട് അയാൾ തന്നെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു അനുഭവത്തിൽ പ്രിയ മാനസികമായി വല്ലാതെ തളർന്നു പോയിരുന്നു. ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തിയാൽ പ്രിയ ഭർത്താവും നടനുമായ ഉമേഷ് കാമത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുകയുണ്ടായി. പ്രിയയുടെ വിഷമങ്ങൾ കേട്ട് ഉമേഷും വല്ലാതെ ആശങ്കയിലായി. താൻ ഇല്ലാത്ത സ്ഥലത്ത് ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ ഉമേഷ് ഉടൻ തന്നെ മുംബൈയിൽ നിന്നും ഷൂട്ടിംഗ് നടന്ന ഭോപ്പാലിലേക്ക് യാത്ര തിരിച്ചു. തുടർന്ന് അടുത്ത 3 ദിവസങ്ങൾ പ്രിയയ്ക്ക് ഒപ്പം ആ ഹോട്ടലിൽ തങ്ങുവാനും അവളെ പിന്തുണയ്ക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു. ഭർത്താവിന്റെ ഈ സാന്നിധ്യവും പിന്തുണയും തനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് പ്രിയ പറയുന്നുണ്ട്. സിനിമയിലെയും വെബ് സീരീസുകളിലെയും മികച്ച വേഷങ്ങളിലൂടെയാണ് പ്രിയ ബപ്പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. കാക്സ്വർഷ് എന്ന സിനിമയിലെ അഭിനയം അവർക്ക് വലിയ പേര് നേടിക്കൊടുത്തു. പിന്നീട് സിറ്റി ഓഫ് ഡ്രീംസ് എന്ന വെബ് സീരീസിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധകർ നേടുവാൻ താരത്തിന് സാധിച്ചു. ഹാപ്പി ജേണി, ആംഹി ദോഗി, അന്തേര, രാത് ജവാൻ ഹേ തുടങ്ങി ഒട്ടേറെ മികച്ച പ്രൊജക്ടുകളിൽ താരം ഭാഗമായിട്ടുണ്ട്. പ്രിയയുടെ തുറന്നു പറച്ചിൽ പല അർത്ഥത്തിലും പ്രധാനപ്പെട്ടതാണ്. കരിയറിന്റെ തുടക്കത്തിൽ പല നടീനടന്മാർക്കും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലരും പേടികൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടോ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാറില്ല. പ്രിയ ബപ്പാട്ട് ഈ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾ ഒറ്റപ്പെടുകയല്ല, അനീതിക്കെതിരെ സംസാരിക്കുവാൻ തയ്യാറാകണമെന്നുള്ള സന്ദേശമാണ് അവർ നൽകുന്നത്. സിനിമയിൽ അഭിനയിക്കുക എന്നത് ഒരു തൊഴിലാണ്. അവിടെയും അന്തസ്സോടെയും സുരക്ഷിതവുമായും ജോലി ചെയ്യുവാനുള്ള അവകാശം ഓരോ നടിക്കുമുണ്ട്. തിരക്കഥയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സഹപ്രവർത്തകരെ അപമാനിക്കുന്നത് വളരെ തെറ്റായ പ്രവണതയാണ്. ഇത്തരം സാഹചര്യങ്ങൾ താഴ്ന്നു പോകാതെ സ്വന്തം നിലപാടുകൾ ഉറക്കെ പറയുവാനും സുഹൃത്തുക്കളുടെയോ കുടുംബത്തിന്റെയോ പിന്തുണ തേടുവാനും മടിക്കരുത് എന്ന പാഠമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്. പ്രിയയുടെ ഭർത്താവ് ഉമേഷ് കാണിച്ച പിന്തുണയും മാതൃകാപരമാണ്. പ്രിയയുടെ ബുദ്ധിമുട്ടുകൾ കേട്ട് വെറുതെ ഇരിക്കാതെ അവളെ നേരിട്ട് കാണുവാൻ എത്തി പിന്തുണ നൽകിയത് ഒരു നല്ല പങ്കാളി എങ്ങനെയായിരിക്കണം എന്നതിനൊരു ഉദാഹരണമാണ്. തുറന്നു പറച്ചിലുകൾ എപ്പോഴും ഇത്തരക്കാർക്ക് ഒരു താക്കീതായി മാറുമെന്ന് സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ സിനിമാ മേഖലയിലെ ഇനിയും ഇത്തരം അനുഭവങ്ങൾ നേരിടുന്ന മറ്റു സ്ത്രീകൾക്കും വലിയ ധൈര്യമായിരിക്കും ലഭിക്കുക. സ്ത്രീകൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ നടക്കുമ്പോൾ മൗനം പാലിക്കാതെ കൃത്യമായി പ്രതികരിക്കുക എന്നത് ഏറ്റവും വലിയ സുരക്ഷയാണ്. പ്രിയയുടെ ഈ വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിലെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്ക് കൂടിയാണ് വഴിവെച്ചിരിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.